ഹേ ഗായ്സ്, വെൽക്കം ടു കമലാജീസ് കിച്ചൺ. അപ്പം നമുക്കിന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ചിക്കൻ മാക്രോണി ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ഇത്. അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? സോ അതിനായിട്ട് ഫസ്റ്റ് നമ്മളിവിടെ കുറച്ച് മാക്രോണി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സോയാ സോസ്, ചില്ലി സോസ്. പിന്നെ വേണ്ടത് ചെറുതായി മുറിച്ച് വെച്ച വെല്ലുള്ളി, തക്കാളി, മല്ലിയില. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ, ഒരു മുട്ട, കോൺഫ്ലോർ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിക്കൻ മാക്രോണിയുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ കാണിച്ചിരുന്ന മാക്രോണി ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ മാക്രോണി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ നമ്മൾ ഏകദേശം ഒരു 2 to 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും നമുക്ക് ഏകദേശം ഒരു 1 to 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു 10 മിനിറ്റ്സോളം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു കടായി പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെല്ലുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. അതിനുശേഷം നമ്മൾ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി സോസും അതേപോലെ തന്നെ കുറച്ച് സോയാ സോസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാക്രോണിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്പൈസി ചിക്കൻ മാക്രോണി ഇവിടെ റെഡിയാവും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ.